ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. साथियों, हमारे नए रेलवे स्टेशन व्यापार कारोबार का भी माध्यम बन रहे हैं. यहाँ जो लोकल कारीगर है, विश्वकर्मा साथी है, महिलाओं के सेल्फ हेल्प ग्रुप्स हैं, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है. और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി. The 3 nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30-നാണ് ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30-നാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 4,10,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2ന്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായിക രംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപഭോഗം തടയുന്നതിനായി
ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.